ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. എരഞ്ഞോളിപ്പാലം മുറാൽ ഭഗവതി ക്ഷേത്ര ഉത്സവം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന 3 പേരെ ഒരു സംഘം മർദ്ദിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ചു. ഡിവൈഎഫ്ഐ എരഞ്ഞോളിപ്പാലം യൂണിറ്റ് സെക്രട്ടറി ശ്രീരാജ് ഹൗസിൽ അമലിനാണ് വെട്ടേറ്റത്. പാർട്ടി അനുഭാവികളായ 6-ാം മൈലിലെ സൗഹൃദം വീട്ടിൽ തേജസ്, 6-ാം മൈൽ പാട്ടിയം കോങ്ങാറ്റയിലെ ഗ്രാൻമ ഹൗസിൽ സുബി എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇവരെ നാട്ടുകാർ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഞായറാഴ്ച പകൽ 1 മണിയോടെയാണ് സംഭവം. ആക്രമിക്കപ്പെട്ട 3 പേരും ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉത്സവപ്പറമ്പിന് ഏതാനും വാര അകലെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. അമലിന്റെ ഷോൾഡറിനാണ് വെട്ടേറ്റത്. തേജസിനും സുബിനും മർദ്ദനത്തിലാണ് പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ ഇവരെ ആദ്യം തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിസരവാസികളും കണ്ടാലറിയാവുന്നവരുമായ BJP-ക്കാരായ 5 പേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്ന് ചികിത്സയിലിരിക്കുന്ന അമൽ ആശുപത്രിയിൽ പറഞ്ഞു. മുറാൽ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതിനും ഞാനും സുബിനും തേജസും അപ്പോൾ വരുന്ന വഴിക്ക് ഒരു 5 പേരടങ്ങുന്ന BJP സംഘം വന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുക ചെയ്തത്. അതിൽ ശരത്ത്, അക്ഷയ്, പിന്നെ വൈഷ്ണവ്, വിഷ്ണു, പിന്നെ സച്ചിന് നേരം ഉണ്ടായത്. അപ്പോഴാണ് അടിച്ചത്. അടിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ചീത്ത വിളിക്കെല്ലാം ഉണ്ടായിരുന്നു. അന്നേരമാണ് വൈഷ്ണവ് എന്ന് പറഞ്ഞാൽ വന്നിട്ട് കത്തി വീശത് പുറത്താന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു മണി ആയിട്ടുണ്ടാവും, രാത്രി 1 മണി. അതിൻ്റെ ഇടയിൽ വേറെ സംഭവം ഉണ്ടായി. ഇതേപോലെ തന്നെ ഉത്സവം വിളിച്ചിട്ട് വന്ന ആൾക്കാരെ ഇവർ വഴിവെച്ച ആൾക്കാരെ തടഞ്ഞു നിർത്തി അടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു പിന്നെ ആ ദിവസം തന്നെ. പരിക്കേറ്റവരെ പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചു. തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.